നമ്മളൊക്കെ എന്തായിരിക്കും? നമ്മളൊക്കെ ഒരു ശിക്ഷ വിധിക്കാൻ പോകുന്ന സന്ദർഭത്തിൽ എന്തെങ്കിലും രക്ഷപ്പെടാനുള്ള എന്തെങ്കിലും കച്ചെങ്കിലും തേടുന്ന നമ്മൾ മനുഷ്യൻ. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ജിബ്രീലാണ് ചോദിച്ചാൽ എന്തെങ്കിലും സഹായം വേണോ? എനിക്കൊരു സഹായവും വേണ്ട. പ്രിയമുള്ളവരെ, അതിനുശേഷം ജിബ്രീൽ വന്നു. ഇബ്രാഹിം നബി ഇങ്ങനെയാണ്, ഭയങ്കര തവക്കുലിൻ്റെ ആളാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ചോദിച്ചു, എന്നാൽ ഇബ്രാഹിം ദുആ ചെയ്താൽ അള്ളാഹിനോടൊന്ന് ദുആ ചെയ്താൽ എന്താ? അള്ളാഹു രക്ഷപ്പെടുത്തില്ലേ? ദുആ ചെയ്യാൻ പറഞ്ഞപ്പോൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ജിബ്രീലിനോട് പറഞ്ഞു, അള്ളാഹു എന്താണ് എനിക്ക് നിശ്ചയിച്ചിരിക്കുന്നത്? എനിക്ക് എന്താണ് നിശ്ചയിച്ചിരിക്കുന്നത്? ഈ മുണ്ടായിരിക്കുന്നത് ചാമ്പലാകാനാണോ അള്ളാഹു എന്നെ നിശ്ചയിച്ചത്? സംഭവിക്കട്ടെ എന്ന ദൃഢമായൊരു വിശ്വാസം അതായിരുന്നു ഇബ്രാഹിമിയ ഭാഗ്യം. പ്രിയമുള്ളവരെ, അതുകൊണ്ടാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ സ്മരണ എന്നും ലോകം വാഴ്ത്തുന്നത് പറയുന്നത്. ഒരു മനുഷ്യൻ്റെ ജനനം മുതൽ മരണം വരെയും ഇബ്രാഹിമിയ പാഠം, ആ സരണ്യതയാണ് പിൻപറ്റുന്നത്. ഒരു മനുഷ്യൻ ജനിച്ചാൽ 7-ാം ദിവസം ജലാക്രമം ചെയ്യും. ഈ ഹിത്താൻ ചെയ്യുന്നത് ആരുടെ പാരമ്പര്യമാണ്? ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ പാരമ്പര്യം. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് 80-ാം വയസ്സിലാണ് അള്ളാഹു കൽപ്പിച്ചത് ജലാക്രമം ചെയ്യും. ഉടനെ ഒരു കാട്ടിൽ വിറക് ശേഖരിക്കാൻ മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം പോയപ്പോൾ ഉടൻ തന്നെ കയ്യിലുണ്ടായിരുന്ന കോടാലി ഉപയോഗിച്ചായിരുന്നു മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ജലാക്രമം ചെയ്തത്. ഉടൻ തന്നെ ജിബ്രീൽ വന്നാണ് ശുശ്രൂഷിച്ചാണ് അതിനെതിരെ ബ്ലഡൊക്കെ തരുന്നത് എന്ന ചരിത്രം പറയുന്നത്. അള്ളാഹ് എന്തൊരു കാര്യം പറഞ്ഞാലും കാര്യം ചെയ്യേണ്ട ഒരു പ്രവാചകമാണ്. ഇതായിരുന്നു മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം. ആ ഇബ്രാഹിമിയ സ്മരണകൾ അയവിറുന്ന ദിവസം എത്ര പരീക്ഷണങ്ങൾ, ലോകത്തെ ഏറ്റവും കൂടുതൽ പരീക്ഷണങ്ങൾക്ക് വിധേയമായ പ്രവാചകനാണ്. നമുക്ക് ജയിക്കാൻ സാധിക്കാത്ത കാലഘട്ട സമയത്ത് ഒരാളും നമ്മളോട് അനുകൂലമല്ല, വീട്ടിലോ സമൂഹത്തിലോ കൂട്ടുകാരനോ എല്ലാവരും എതിരായ ഒരു കാലഘട്ടത്തിൽ തൗഹീദിനു വേണ്ടി ഉറച്ചു നിന്ന ഒരു പ്രവാചകനാണ് മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം. പ്രിയമുള്ളവരെ, ഈ ഇബ്രാഹിം നബി യഹൂദികളും ക്രിസ്ത്യാനികളും ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ഇബ്രാഹിം നബി ഞങ്ങളുടെ ആളാണ്, ഇബ്രാഹിം നബി ഞങ്ങളുടെ ആളാണ്. നജറാനിലെ ക്രിസ്ത്യാനികളോട് ഇബ്രാഹിം നബി ഞങ്ങളുടെ പ്രവാചകൻ, ഞങ്ങളുടെ ആളാണ്. പരിശുദ്ധ ഖുർആൻ ഇറങ്ങി, മാ കാന ഇബ്രാഹിം യഹൂദിയ്യൻ വലാ നസറാനിയ്യ. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ജൂതനോ ക്രിസ്ത്യാനിയോ അല്ല, വലാകിൻ കാന ഹനീഫൻ മുസ്ലിമാ വമാ കാന മിനൽ മുശ്രികീൻ. വലാകിൻ കാന ഹനീഫൻ മുസ്ലിമാ, ഋജുവായ പാതയിൽ അനുസരണശീലമുള്ളവനായിരുന്നു മഹാനായ പ്രവാചകൻ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം. മാ കാന മിനൽ മുശ്രികീൻ, ബഹുദൈവ ആരാധകരിൽപ്പെട്ടവനായിരുന്നില്ല ഇബ്രാഹിം. പ്രിയമുള്ളവരെ, യൂഫ്രട്ടീസിന്റെയും ടൈഗ്രീസിന്റെയും തീരങ്ങളിൽ മുമ്പിൽ 4000 വർഷങ്ങൾക്ക് മുമ്പ് ജനിക്കപ്പെട്ട ഊർ എന്നൊരു പ്രദേശത്ത് ജനിച്ച മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം സ്വന്തം നാടൊക്കെ ഉപേക്ഷിച്ച് തനിക്ക് വാർദ്ധക്യത്തിലുണ്ടായ മക്കളെ, ഒരു മകനെ മക്ക എന്ന മരുഭൂമിയിലേക്ക് യാത്രയാണ്. മക്ക എന്നൊരു മരുഭൂമിയിലേക്കാണ് യാത്ര പോയത് മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം. യാതൊരു മനുഷ്യവാസവും ഇല്ലാത്ത ഒരു പ്രദേശം. ആ പ്രദേശത്തേക്ക് മകനെയും ഭാര്യയെയും ഉപേക്ഷിച്ചുകൊണ്ട് ദൈവം തിരിച്ചു ഫലസ്തീനിലേക്ക് പോകുക. സഞ്ചാരപ്രിയനായിരുന്ന മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം അല്ലാഹുവിന്റെ കൽപ്പന പ്രകാരം മകനെയും ഭാര്യയെയും ചെയ്യുന്നു. തനിക്ക് ചെറുപ്പത്തിലുണ്ടായ മകൻ 90 വയസ്സിന് ശേഷമാണ് മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് കുട്ടി ഉണ്ടായതിന്റെ ചരിത്രം നമുക്ക് നോക്കി കാണാൻ സാധിക്കും. അദ്ദേഹം അല്ലാഹുവിനോട് ചെയ്തു, റബ്ബി ഹബിലി സ്വാലിഹ വലദൻ സ്വാലിഹ, പഠിച്ചവനെ എനിക്ക് സ്വാലിഹായ കുട്ടിയെ നീ എനിക്ക് നൽകണമേ എന്ന് അദ്ദേഹം ദുആ ചെയ്തു. അതിൻ്റെ ഫലമായിട്ടാണ് പഠിച്ച 90 വയസ്സിന് ശേഷം ഒരു മകനെ കൊടുക്കുന്നത്. എന്നിട്ട് ഉപേക്ഷിച്ചുകൊണ്ട്
മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ദുആ ചെയ്യുന്നു, റബ്ബനാ ഇന്നി അസ്കൻതു മിൻ ദുർരിയ്യതി ബിവാദിൻ ഗൈറ ദീ സറഅ ഇൻദക ബൈതികൽ മുഹറം. റബ്ബനാ എന്റെ രക്ഷിതാവേ, ഇന്നി അസ്കൻതു ഞാൻ എന്റെ കുടുംബത്തെ ഞാൻ താമസിപ്പിക്കുന്നു റബ്ബേ, എന്റെ സന്താനത്തെയും ബിവാദിൻ ഗൈറ ദീ സറഅ ഒരു പച്ചപ്പില്ലാത്ത, ഒരു കൃഷിയിടമില്ലാത്ത, ഒരു പച്ചപ്പിന്റെ സാമീപ്യം പോലും ഇല്ലാത്ത മരുഭൂമിയിൽ എന്റെ മകനെ ഞാൻ താമസിക്കുന്നു റബ്ബേ. ഇന്ദ ബൈതികൽ മുഹറം നിന്റെ പരിശുദ്ധമായ ബൈത്തുൽ ഹറാമിന്റെ ഭാഗത്ത് ഒരു വിധ പച്ചപ്പുമില്ലാത്ത സ്ഥലത്ത് ഞാൻ താമസിക്കുന്നു. ഈ ഇവിടെ ഇട്ടിട്ടാണ് ആര് പോകുന്നത്? ഒരു പച്ചപ്പ് പോലുമില്ല. അങ്ങനെയുള്ള സ്ഥലത്താണ് പഠിച്ചവനെ നീ അവർക്ക് നീ നന്മ ചെയ്യണമേ, ജനങ്ങളുടെ മനസ്സ് അവരിലേക്ക് നീ അടുപ്പിക്കണമേ എന്ന് മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ദുആ ചെയ്യുകയാണ്. പ്രിയമുള്ളവരെ, ചോദിച്ചു അല്ലാഹു ഒരു മരുഭൂമി കൊണ്ട് ഭാര്യയെ മക്കളെ ഉപേക്ഷിക്കുമ്പോൾ ചോദിച്ചു ഹാജറ ബീവി, ഇത് അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരമാണോ? കുറച്ച് വെള്ളവും കുറച്ച് കാരക്കയാണ് ഇട്ട് കൊടുത്തത്. അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരമാണ് ഞങ്ങൾ ഉപേക്ഷിക്കുന്നത് പറഞ്ഞപ്പോൾ അതെ പരാതെ അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരമാണ് നാം നിങ്ങളെ ഉപേക്ഷിക്കുന്നത് പറഞ്ഞപ്പോൾ അന്ന് കുഴപ്പമില്ല, ഞങ്ങൾ അള്ളാഹു നോക്കിക്കൊള്ളാം എന്ന് പറഞ്ഞ ഒരു മഹദിയുടെ ചരിത്രം ലോകം ഇന്നും വളർത്തുകയും. പ്രിയമുള്ളവരെ, ഇന്ന് ഹജ്ജിന് പോകുന്ന ഹാജിമാർ സഅയ് ചെയ്യുന്ന സഫാ മർവയിലൂടെ ആര് നടന്നതാണ്, ആരുടെ ഓർമ്മയാണ് നാം എന്നും പുതുക്കുന്നത്? അത് മഹാദിയായ ഹാജറ ബീവിയുടെ ഓർമ്മയാണ്. ഒരു പെണ്ണിന് പടച്ചവൻ കൊടുത്ത സ്ഥാനം 4000 വർഷങ്ങൾക്ക് മുമ്പ് ആ മാതാവ് ഹാജറ ബീവി സഫിയുടെയും മർവയുടെയും മുകളിലൂടെ ദാഹജലത്തിന് വേണ്ടി ഓടിയ ഓട്ടം ഇന്നും ലോകത്തെ മുസൽമാന്മാരെ ഓടിപ്പിക്കുകയാണ്. ആ മഹദിയെ ഓർമ്മിപ്പിക്കാൻ അത്രത്തോളം പ്രാധാന്യം ഒരു പെണ്ണിന് ഇസ്ലാം കൊടുക്കാൻ. ആ പെണ്ണ് ഓടി ഓട്ടാണെന്ന് ലോക മുസ്ലിം സദ്യനെ സഫാ മർവയിലൂടെ ഓടുന്നത് അവർക്ക് പവർ കൊടുത്തു. എന്തുകൊണ്ട് കൊടുത്തു? അവരുടെ തവക്കലായിരുന്നു, അള്ളാഹുവിനേക്കുള്ള പരമേൽപ്പിക്കലായിരുന്നു. ആരിൽ നിന്ന് കിട്ടി? ഒരു പിതാവിൽ നിന്ന് കിട്ടി. ആരാണ്? ഇബ്രാഹിം എന്ന പിതാവിൽ നിന്ന് ഭാര്യയ്ക്ക് മകനും കിട്ടി. തന്റെ മകനെ അറക്കാൻ നേരത്തെ ചോദിച്ചപ്പോൾ മകനോട് അഭിപ്രായം ചോദിച്ചപ്പോൾ ആ മകൻ പറഞ്ഞത് അള്ളാഹു എന്താണോ കൽപ്പിച്ചത് അപ്രകാരം ചെയ്യും പിതാവേ എന്ന് പറഞ്ഞ ഒരു തവക്കുൽ. അതുകൊണ്ടാണ് പരിശുദ്ധമായ ഖുർആൻ പഠിപ്പിച്ചത്, ഇന്നല്ലാഹ അസ്തഫാ ആദമ വനൂഹൻ വആല ഇബ്രാഹീമ വആല ഇമ്രാന അലൽ ആലമീൻ. തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്തഫാ ആദമ വനൂഹ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെയും ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെയും തിരഞ്ഞെടുത്തു. വആല ഇബ്രാഹീമ ഇബ്രാഹിം നബിയെ തിരഞ്ഞെടുത്തെന്നല്ല പറഞ്ഞത്, വആല ഇബ്രാഹീമ ഇബ്രാഹിം നബിയുടെ കുടുംബത്തെ തന്നെ തിരഞ്ഞെടുത്തു. ഒരു കുടുംബം മുഴുവനും അള്ളാഹുവിലേക്ക് വഴിപ്പെട്ടു. അതിൻ്റെ ഓർമ്മ പുതുക്കലാണ് പ്രിയമുള്ളവരെ പരിശുദ്ധ ദുൽഹിജ്ജിന്റെ ആദ്യത്തെ 10 ദിവസങ്ങൾ. അല്ലാഹു ഈ 10 ദിവസങ്ങളിൽ അതിൻ്റെ പരിഗണനയ്ക്കനുസരിച്ച് ഇബാദത്ത് ചെയ്യാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അതുപോലെ തന്നെ വളരെ പ്രധാനമായൊരു അമലാണ് അത്. ആ ദിവസങ്ങളിൽ പ്രധാനമായി ചെയ്യേണ്ട ഒരു അമലാണ് ഉളുഹിയ്യത്ത്. അല്ലാഹുവിൻ്റെ റസൂൽ വളരെയധികം പ്രാധാന്യത്തോടെ ചെയ്തു. 100 ഒട്ടകത്തെയായിരുന്നു അല്ലാഹുവിൻ്റെ റസൂൽ അവസാനത്തെ